ഹായ് ഹലോ നമസ്കാരം, ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് 2 സിനിമകളുടെ ദിവസമാണ്. ആക്ച്വലി 3 സിനിമകൾ റിലീസുണ്ട് ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ. പൈങ്കിളി, ബ്രൊമാൻസ് ആൻഡ് ദാവീദ്. ഇന്ന് ഞാൻ പൈങ്കിളി ഒന്ന് മാറ്റിയിട്ട് ഉള്ളത് പറയില്ല. പൈങ്കിളി ടീസർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അനശ്വരാജിന് ഇഷ്ടമാണെങ്കിലും പൈങ്കിളി ടീസർ അത്ര ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ ദാവീദിന് കയറി. സോ ദാവീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ദാവീദ് കാണണ്ട എന്ന് തന്നെയായിരുന്നു ലാസ്റ്റ് മൊമെന്റ് ഒരു തീരുമാനം. പൈങ്കിളി ആൻഡ് റൊമാൻസ് ഇത് രണ്ടായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തോ എനിക്ക് തോന്നി, എനിക്ക് ആ ടീസർ, ഈ പൈങ്കിളി ടീസർ അത്ര എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താന്ന് വിചാരിച്ചു, എങ്കിൽ പിന്നെ ഒന്ന് ദാവീദിന് കയറിയേക്കാം എന്ന് വിചാരിച്ചു. പെപ്പയുടെ പടത്തിന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പർ ഞാൻ വിചാരിച്ചു ഭയങ്കര അടിപ്പടമായിരിക്കും. സോ കോൾഡ് ആയിട്ടുള്ള എന്തോ സംഭവമാണ് ദാവീദ് എന്നാണ് വിചാരിച്ചത്. സോ കോൾഡ് കാണിക്കുന്ന ഒരു സ്പോർട്സ് ബേസ്ഡ് ഒരു മൂവി, ഒരു ആക്ഷൻ മൂവി എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് സർപ്രൈസിംഗ്ലി ഇറ്റ് വാസ് അമേസിംഗ്, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഗോവിന്ദ് വിഷ്ണു ദി ഡയറക്ടർ ആൻഡ് ഗോവിന്ദ് വിഷ്ണു, ആഷിഖ് കപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് നമ്മുടെ പെപ്പെ ചെയ്യുന്നത്. ബോക്സറാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിജോ മോളൊക്കെ അടിപൊളിയാണ്. അതുപോലെ പ്രതീക്ഷിക്കാതിരിക്കുന്ന നമ്മുടെ എല്ലാവരും ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഗോവിന്ദ് വിഷ്ണുവിന്റെ പടമാണെങ്കിലും വിജയരാഘവൻ നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല ഒരു പടമാണ്. പടം എന്താന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാൻ വിചാരിച്ചു, 10 അല്ല, ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ ഞാൻ വിചാരിച്ചു നോർമൽ ഈ പറയുന്ന എന്ന് വെച്ചാൽ വലിയ ഒരു ഇഴച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ ഇഴച്ചിലല്ല, എന്നാലും നമ്മൾ ഒരു ആക്ഷൻ ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ പ്രതീക്ഷ കയറുമ്പോൾ, പ്രത്യേകിച്ച് പെപ്പയുടെയൊക്കെ പടങ്ങൾ എപ്പോഴും തല്ലുമാല പോലെയാണല്ലോ, എപ്പോഴും തല്ലും വഴക്കും. പക്ഷെ എന്തോ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല. ഒരു വളരെ സട്ടിലായിട്ട്, വളരെ എന്നാൽ കോമഡി എന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട്. ഒരു ഗൃഹസ്ഥനായിട്ടാണ് ആദ്യം നമ്മുടെ ഗൃഹസ്ഥൻ ഇൻ ദ സെൻസ് ഒരു ഫാമിലി മാനായിട്ടാണ് ഈ പറയുന്ന പെപ്പയെയും ലിജോ മോൾ പെപ്പയുടെ വൈഫായിട്ട് കാണിക്കുന്നു, കുട്ടി ഒരു മോളായിട്ട്. അങ്ങനെ ഒരു സാധാരണ രീതിയിൽ നമ്മുടെ കൊച്ചി പ്രൊമൈസസിലെ ഒരു എന്താ പറയുന്നത്, ആ ഒരു പ്രൊമൈസസിൽ താമസിക്കുന്ന നായകനും നായികയും പിന്നെ സൈജു ഗ്രൂപ്പ് സൂപ്പറായിട്ട്. ആ മനുഷ്യൻ എന്ത് റോളും, ആ മനുഷ്യൻ ഒരു കാലത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പബ്ലിക് ഒപ്പീനിയനിൽ പറഞ്ഞിട്ടുണ്ട്, സൈജു ഗ്രൂപ്പിനെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ. സൈജു ഗ്രൂപ്പിന്റെ കണ്ണുകൾ എപ്പോഴും ഈ ആസിഫ് അലിയും സൈജു ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു പോരായ്മയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അവരുടെ കണ്ണുകൾ. ഇനി എന്തെല്ലാം ബോഡി ലാംഗ്വേജിൽ ആക്ട് ചെയ്താലും അവരുടെ കണ്ണുകൾ അവരെ തോൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഞാനത് പറയുന്നതിനർത്ഥം അതൊരു ഫെയിലിയർ ആക്ടേഴ്സ് എന്നല്ല, അവർ സക്സസ്ഫുൾ ആക്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും കാലം സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. പക്ഷേ സൈജു ഗ്രൂപ്പിന് എനിക്ക് ഇന്നത്തെ സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ മനുഷ്യന്റെ ലുക്ക് വെച്ചിട്ട്, ആ മനുഷ്യന്റെ ഡയലോഗും എക്സ്പ്രഷനും അതിന്റെ കണ്ണുകൾ തന്നെയും ആ പുള്ളിക്കാരൻ ആ ഒരു എന്താ പറയുക, ഇതിന്റെ കമന്റും കാര്യങ്ങളും എല്ലാ സിനിമയിലും ഡയലോഗ്സും എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്. എനിക്കൊന്നു കുറെ നാളിന് ശേഷമാണ് സൈജു ഗ്രൂപ്പ് പടം ഞാനിരുന്ന് കാണുന്നത്. സൈജു ഗ്രൂപ്പ് എന്ന് ഞാൻ കാണാറില്ല ആക്ച്വലി. എനിക്കത് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവുണ്ടായിട്ടില്ല. എന്തോ എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന് ഒരു എന്തോ അറിയില്ല. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചാപ്പയായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത് പെപ്പയുടെ. സോ ആഷിഖ് കപൂർ എന്ന കഥാപാത്രം അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പെപ്പെ ഈ സിനിമയിൽ. ഒരു സ്പോർട്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം, നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും നല്ല ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു, ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് ദ ടീം ആൻഡ് ദ ക്രൂ ആൻഡ് ദ മ്യൂസിക്കും ഗംഭീരമായിട്ടുണ്ട് ആക്ച്വലി. യെസ്, ജസ്റ്റിൻ വർഗീസ് മ്യൂസിക്കൽ. ആക്ച്വലി ഞാൻ ആ പേര് മറന്നു കേട്ടോ. അപ്പൊ തെറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല, പറഞ്ഞില്ലെന്നുള്ള. പിന്നെ ഒരു ബാക്കിൽ ഞാൻ തിയേറ്ററിൽ തന്നെ ഇരുന്നാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ കാറിന്റെ പുറകിൽ അവരുടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. സോ അത് നോക്കിയതാണ്. ജസ്റ്റിൻ വർഗീസ് മ്യൂസിക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട്. സോ പടം അടിപൊളിയാണ്. 3 സിനിമകൾ ഇന്ന് ഇറങ്ങിയതിൽ ഞാൻ നോക്കിയതില് ഹിറ്റടിക്കാൻ പോകുന്ന ഒരു പടം ദാവീദായിരിക്കും. ദാവീദിന് ആളുമുണ്ട്. പെപ്പയോടുള്ള ആരാധന പ്രത്യേകിച്ച് ഉണ്ടല്ലോ, ഒരു ആവറേജ് എന്ന രീതിയിൽ. ഞാൻ പെപ്പയുടെ ആരാധിക്കുകയൊന്നുമല്ല, പക്ഷെ പെപ്പയുടെ പടം തിയേറ്ററിൽ പോയി ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, ഫസ്റ്റ് ടൈം. സോ വിജയരാഘവൻ അങ്ങനെ ഒരു വേറെ ലെവലായി മാറി കേട്ടോ. എന്താ പറയുന്നത്, കൊള്ളാം, നന്നായിട്ടുണ്ട്. ദാവീദ് ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ അടിയും പിടിയും തടയും ഗുണ്ടാവിളയാട്ടം ഒക്കെയാണെന്നാണ്, പക്ഷെ അല്ല. സ്റ്റാൻഡേർഡ് സ്പോർട്സ് ബേസ്ഡ് ആക്ഷൻ മൂവിയാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് നോർമൽ രീതിയിൽ പോകുന്നു. അതിന്റെ ഒരു കഥാതന്തം ഒരു പരുവപ്പെടുത്തി എടുക്കുവാണ് ഫസ്റ്റ് ഹാഫ്. അത് നമുക്ക് ഇഴച്ചിലെന്ന് പറയാമെങ്കിലും
അത്യാവശ്യം ആ ഒരു ഈ പറയുന്ന പോലെ അത് നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമല്ലോ, നമ്മുടെ മനസ്സിൽ കൊണ്ട് ഇടണമല്ലോ, ഇതാണ് സംഭവം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. അത് കറക്റ്റ് ആയിട്ട് ഡയറക്ടർ ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ഗോവിന്ദ്. സോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ സീറ്റിലൊക്കെ പിടിച്ചിരുന്ന് കാണുന്ന ആ ഒരു സിറ്റുവേഷൻ, ഡയലോഗ് റെൻഡീഷൻ ആയാലും വട്ടവർ എന്ത് തന്നെ ആയിരുന്നാലും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ പടം കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്, നല്ല പടമാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമൊക്കെ ആയിട്ട് പെപ്പെ ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്കമാലി ഡയറീസിനൊക്കെ ശേഷം പെപ്പയുടെ ഒരു പടം എനിക്ക് തോന്നുന്നു സംസാര വിഷയമാകാൻ പോകുന്നത് ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും ദാവീദ് തന്നെ ആയിരിക്കും. എന്തായാലും പടം ഹിറ്റടിച്ച് പോട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ല ആളായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നാളെയും മറ്റന്നാളും ഒക്കെ, ഇതിപ്പോ ഇറങ്ങിയ ദിവസമാണല്ലോ, വാലന്റൈൻസ് ഡേ ഇറങ്ങിയ ദിവസമായതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ചിലപ്പോൾ നല്ല ആൾക്കാർ ഇടിച്ചു കയറാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഒരു റിവ്യൂ ആണ് എന്റെ ഭാഗത്തുനിന്നും. സോ നമുക്ക് ഒരു മാർക്കൊക്കെ ഇടാമെന്ന് ചോദിച്ചാൽ അങ്ങനെ മാർക്കൊന്നും ഞാൻ ഇടുന്നില്ല. ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് നിങ്ങൾ അതിനെ വിലയിരുത്തരുത്. സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് ഈ പറയുന്ന പോലെ കഥാതന്തു പരുവപ്പെടുത്തി എടുക്കാൻ, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയമുണ്ട് അതിന്. ബട്ട് ഇന്റർവെല് തൊട്ട് ഗംഭീര പെർഫോമൻസ് ആണ്. ബേസിക്കലി ഇച്ചിരി എന്താ പറയുക, നമുക്കിങ്ങനെ ഈ നമ്മുടെ ബ്ലഡിനെ ത്രസിപ്പിക്കുന്ന, ബ്ലഡിനെ ഷിറാക്കുന്ന ഒരു മൂവിയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ കണ്ടാലേ അത് എറിക്കത്തുള്ളൂ കേട്ടോ. OTT വന്നിട്ട് ഇത്ര നല്ല പടമായിരുന്നു, പക്ഷേ ആവേശത്തിന് പറ്റിയ പോലെ ഭയങ്കര ആവേശമായിരുന്നു തിയേറ്ററിൽ കാണാം. പക്ഷെ OTT വന്നപ്പോൾ അത്ര ആവേശമില്ല. അപ്പോൾ നമ്മളോട് പലരും ചോദിച്ചു ഇതിനെയാണോ നിങ്ങൾ അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. ബട്ട് അല്ല, അങ്ങനെയല്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി, യു ഷുഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ പെപ്പെ ഗുഡ്, യുവർ കമ്മിങ് ബാക്ക് ഈസ് വെരി ഗുഡ് ആൻഡ് ഓൾ. ലിജോ മോളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടി വരികയാണ്. കൊച്ചുമിടിയുടെ പേര് എനിക്ക് അറിയണം, ഐ എം റിയലി സോറി മോളെ. ആൻഡ് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല പടമാണ്, നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, ഒരു വെറൈറ്റി തീമാണ്. ഇങ്ങനെയുള്ള പടങ്ങൾ എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നു വെറൈറ്റി ചെയ്തിരിക്കുന്ന പടങ്ങൾ, വെറൈറ്റി സ്ക്രിപ്റ്റ്. ഞാൻ ഓൾവേസ് ഐ എം ടെല്ലിങ് യു ദാറ്റ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോ. സോ ഇതിലും അങ്ങനെ തന്നെയാണ്. അവർ നന്നായിട്ട് സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ട്, അതും നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് മലയാള സിനിമ ഇൻഡസ്ട്രിയൊക്കെ വളരെ ഇപ്പൊ എന്താ പറയുക, നാശത്തിന്റെ വക്കിലേക്ക് പോകുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഞങ്ങളിപ്പോ 1-ാം തീയതി തൊട്ട് അവര് ജൂൺ 1 തൊട്ടൊക്കെ നിർത്തിക്കളയും. അങ്ങനെ ആക്ടേഴ്സും നിർമ്മാതാക്കളും തമ്മിൽ വമ്പൻ അടി തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സിനിമയുടെയൊക്കെ റിലീസ്. എന്തായാലും അവരുടെയൊക്കെ വിഷമങ്ങളൊക്കെ മാറട്ടെ, പടം എല്ലാം ഹിറ്റടിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. പ്രേക്ഷകരെ പ്രത്യേകിച്ച് ഗുണമെങ്കിലും ഒരു മാനസന്തോഷം ഉണ്ടല്ലോ നല്ല പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുമ്പോൾ. സോ എല്ലാവരും ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് ദാവീദ്. ഓക്കെ, ബൈ ബൈ.